തെളിവെടുപ്പിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷ് ഉണ്ട് തത്സമയം വാർത്താമഴയിൽ. വിഷ്ണു, ഇനിയിപ്പോൾ തെളിവെടുപ്പ് അവസാനിച്ചിട്ടുണ്ടോ? എവിടെയൊക്കെയാണ് തെളിവെടുപ്പ് നടത്തിയിട്ടുള്ളത്? വിശദാംശങ്ങൾ. അനുജ, ഇന്ന് മൂഴിക്കുളം പാലത്താണ് തെളിവെടുപ്പ് നടത്തിയത്. അതായത് ഈ പാലമാണ് ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്പോട്ട്. ഇവിടെ വെച്ചാണ് കുട്ടിയെ വൈകിട്ട് 7 മണിയോടുകൂടി ഈ അമ്മ പുഴയിലേക്ക് വലിച്ചെറിഞ്ഞത്. അതുകൊണ്ടാണ് കസ്റ്റഡിയിൽ വാങ്ങിയ 2-ാം ദിവസം തന്നെ ഈ പാലത്തിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ളൊരു തീരുമാനത്തിലേക്ക് അന്വേഷണ സംഘം എത്തിയത്. ഏകദേശം ഒരു 12 മണിയോടുകൂടിയാണ് തെളിവെടുപ്പ് ആരംഭിച്ചത്. അമ്മയെ അവിടെ പാലത്തിന് മുകളിൽ എത്തിച്ചു. ഏത് പ്രദേശത്ത് വെച്ചാണോ കുഞ്ഞിനെ താഴത്തേക്ക് എറിഞ്ഞത് അവിടെ എത്തിച്ചു. അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ അമ്മ പോലീസിന് വിശദീകരിച്ച് നൽകി. അവിടെ വന്നു, താൻ ഈ കുഞ്ഞിനെ ഒറ്റ ഏറ് ഈ പുഴയിലേക്ക് എറിയുകയായിരുന്നു. അതിനുശേഷം തിരികെ നടന്നുപോയി എന്നാണ് തെളിവെടുപ്പിനിടയിൽ അമ്മ പോലീസിനോട് പറഞ്ഞത്. അത് ഈ കേസിൽ ഏറ്റവും നിർണായകമായ ഒരു നീക്കം കൂടിയാണ്, ഒരു തെളിവെടുപ്പ് കൂടിയാണ്. ഇനി കുഞ്ഞിനുമായി എത്തിയ സ്ഥലങ്ങളിൽ തെളിവെടുപ്പ് നടത്തും. പ്രത്യേകിച്ച് ആലുവ മണപ്പുറമുണ്ട്, അങ്കനവാടിയുണ്ട്. അതോടൊപ്പം മറ്റേതെങ്കിലും സ്ഥലമുണ്ടോ എന്ന് സ്പോട്ട് ചെയ്യേണ്ടതുണ്ട്. ഈ അങ്കനവാടിയിലും ആലുവ മണപ്പുറത്തുമായിരിക്കും അടുത്ത ദിവസങ്ങളിൽ തെളിവെടുപ്പ് നടത്തുക. 4 ദിവസം കൂടി കസ്റ്റഡിയുണ്ട്. ഏതെങ്കിലും മറ്റൊരു കാരണം കണ്ടെത്താൻ ഉണ്ടോ എന്നുള്ളതാണ് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരുന്നത്. നിലവിൽ അമ്മ പറഞ്ഞിരിക്കുന്ന മൊഴി അനുസരിച്ച് ഈ കുട്ടി ഭർത്തൃ വീട്ടുകാരുമായി കൂടുതൽ അടുക്കുന്നതും അവർക്ക് കുട്ടിയോടുള്ള അമിത സ്നേഹവും തന്നെ ഈ കുടുംബത്തിലാകെ ഒറ്റപ്പെടുത്തുന്നതും ഒക്കെയാണ് കുട്ടിയെ കൊലപ്പെടുത്താനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. ഒപ്പം താൻ കൊല്ലപ്പെട്ട് അല്ലെങ്കിൽ താൻ മരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ കുട്ടി ഒറ്റക്കായി പോകുമോ എന്നൊരു ആശങ്കയും ഉണ്ടായിരുന്നു. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് കുട്ടിയെ കൊലപ്പെടുത്താൻ ശ്രമിച്ചാൽ കൊലപ്പെടുത്തി എന്നാണ് ഈ പ്രതിയുടെ മൊഴി. അതിനപ്പുറത്ത് മറ്റെന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് വിശദമായി പോലീസ് പരിശോധിച്ചു വരികയാണ്. പുത്തൻകുരിശ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. ഈ പോക്സോ കേസും കൊലപാതകവുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും പോലീസിന് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഈ കസ്റ്റഡിയിലുള്ള ഈ റിമാൻഡിലുള്ള പ്രതിയെ ചോദ്യം ചെയ്താൽ, ഈ പോക്സോ കേസ് പ്രതിയെ ചോദ്യം ചെയ്താൽ മാത്രമേ അതുമായി ബന്ധപ്പെട്ടൊരു കണക്ഷൻ പോലീസിന് ലഭിക്കുകയുള്ളൂ. അത് അടുത്ത ദിവസം തന്നെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യും. പീഡനവിവരം കുട്ടിയുടെ പീഡനവിവരത്തെക്കുറിച്ച് അമ്മയോട് പറഞ്ഞപ്പോൾ നിസ്സംഗഭാവം ആണ് പറഞ്ഞത്. അതല്ലാതെ ഇത് തനിക്ക് അറിയാമെന്നോ അതല്ലെങ്കിൽ അറിയില്ലായിരുന്നോ എന്നൊരു പ്രതികരണം പോലീസിനോട് ഈ അമ്മ പറഞ്ഞിട്ടില്ല. അതുമായി ബന്ധപ്പെട്ട് വിശദമായ ചോദ്യം ചെയ്യലൊക്കെ പുരോഗമിച്ചു വരികയാണ്. ഇപ്പോഴും കസ്റ്റഡിയിൽ തന്നെയാണുള്ളത്. ഈ നാളെയും മറ്റന്നാളും ഒക്കെ ചോദ്യം ചെയ്യൽ തുടരും. ഈ കസ്റ്റഡിയിൽ നേരത്തെ പറഞ്ഞ ഈ പോക്സോ കേസ് പ്രതിയെ കൂടി ചോദ്യം ചെയ്ത ശേഷമായിരിക്കും ഈ 2 കേസുകളും തമ്മിൽ ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന സ്ഥിരീകരണത്തിലേക്ക് പോലീസ് എത്തുക. അനുജ, ശരി. ഇന്ന് തെളിവെടുപ്പ് നടന്നു. പാലത്തിൽ നിന്ന് എവിടെ നിന്നാണ് കുട്ടിയെ പുഴയിലേക്ക് എറിഞ്ഞത്, ആ പാലത്തിൽ വെച്ചുള്ള തെളിവെടുപ്പാണ് നടന്നത്. ചില കാര്യങ്ങളിലൊക്കെ പോലീസിന് വ്യക്തത കൈവന്നിട്ടുണ്ട് എന്നുള്ള വിവരമാണ് വിഷ്ണു സുരേഷ് നൽകിയത്.